നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ്, അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അവസാനം ax² + bx + c = 0 അങ്ങനെ ഒരു ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്വാഡ്രാറ്റിക് ആണെന്ന് പറഞ്ഞു അല്ലേ. അത് ചെയ്തു. പിന്നെന്തായിരുന്നു? പിന്നെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മൾ അതിൽ നിന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ മേക്ക് ചെയ്യാൻ വേണ്ടിയും പറഞ്ഞു അല്ലേ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ എന്താണ്? നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ക്വാഡ്രാറ്റിക് മെത്തേഡ്. എന്താണ്? ക്വാഡ്രാറ്റിക് മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. മൂന്നാമത്തത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ക്വാഡ്രാറ്റിക് മെത്തേഡ്, ഫാക്ടറൈസേഷൻ മെത്തേഡ് ആൻഡ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെത്തേഡാണ് ക്വാഡ്രാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്വാഡ്രാറ്റിക് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്? അതായത് ബേസിക് ആയിട്ടൊരു ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്. നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ എന്താണെന്നറിയാമോ? അതായത് എക്സിന്റെ വാല്യൂ അല്ലേ അവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട് കാണും അല്ലേ. സോ നമ്മൾ ആ റൂട്ടിന്റെ വാല്യൂ അഥവാ ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് എന്ത്? -b x = -b ± √b² - 4ac / 2a. ഈ ഫോർമുല കാണുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. ആദ്യം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ ഫോർമുല ഇതുപോലെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് അനായാസം സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, എന്താണ്? x = -b ± √b² - 4ac / 2a. അതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് യൂസ് ചെയ്ത് റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഞാൻ പറഞ്ഞു 2 റൂട്ട് കാണുമെന്ന് പറഞ്ഞു അല്ലേ. 2 റൂട്ട്, അതായത് ഇപ്പം ഫസ്റ്റത്തെ റൂട്ട് എക്സിൻ്റെ ഒരു വാല്യൂ -b ± എന്നല്ലേ, അതായത് -b +√b² - 4ac / 2a. ഇതാണ് ഫസ്റ്റത്തെ റൂട്ട്. -b +√b² - 4ac / 2a. ഇതാണ് ഫസ്റ്റത്തെ റൂട്ട്. അടുത്ത റൂട്ട് എങ്ങനെ ആയിരിക്കും? -b - √b² - 4ac / 2a. ക്ലിയർ ആയോ? അതാണ് ഈ -b +/√b² - 4ac / 2a എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഇനി ഈ b² - 4ac എന്ന് പറയുന്ന ടേം നിങ്ങൾ ഇതിൽ കണ്ടോ? b² - 4ac. ആ ടേമിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് ഏതാണ്? b² - 4ac. ഈ √b² - 4ac, √b² - 4ac പറയുന്ന പേരെന്താണ്? ഡിസ്ക്രിമിനന്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഈ ഡിസ്ക്രിമിനന്റ് ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനെ നിർണ്ണയിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ്? ഈ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ നോക്കിയിട്ടാണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്, ഒരു സൊല്യൂഷൻ ആണോ, ഒന്നിലധികം സൊല്യൂഷൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒക്കെ റിയൽ ആണോ എന്നൊക്കെ ഉള്ള കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്ത കുറച്ച് കഴിയുമ്പോൾ പറയും. സോ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ എന്താണ് ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ള കാര്യവും പറഞ്ഞു. ഇനി നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് നോക്കാം. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നോക്കിക്കേ. സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ക്വാഡ്രാറ്റിക് മെത്തേഡ്, ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്. ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എനിക്ക് സോൾവ് ചെയ്യണം. എന്താ ഇക്വേഷൻ? 2x² + 3x - 2 = 0. കണ്ടോ? ഇതൊരു ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലല്ലേ? ax² + bx + c = 0 ഫോമിലല്ലേ ഈ കിടക്കുന്നത്? ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഞാൻ അതേപോലെ ax² + bx + c = 0 ഫോമിലാണ് ഇത് കിടക്കുന്നത്. നോക്കിക്കേ, ഇവിടെ എക്ക് പകരം x² കോഎഫിഷ്യന്റ് അല്ലേ a എന്ന് പറയുന്നത് അല്ലേ? x² കോഎഫിഷ്യന്റ് ആണ് a, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് b, കോൺസ്റ്റന്റ് ടേം ആണ് c. അത് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് x² കോഎഫിഷ്യന്റ് എയ്ക്ക് പകരം ഇവിടെ എന്താണ് 2 അല്ലേ?
അപ്പം നമുക്ക് പറയാം ഈ ഇക്വേഷനിൽ നിന്ന് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് എക്ക് പകരം എന്തെഴുതാം 2 എന്ന് എഴുതാം അല്ലേ? മനസ്സിലായേ? ഇനി ബിക്ക് പകരം എന്തെഴുതാം? ബിക്ക് പകരം 3 എന്ന് എഴുതാം അല്ലേ? പിന്നെന്താ സി കോൺസ്റ്റന്റ് ടേം സിക്ക് പകരം -2. ഇത്രയും ക്ലിയർ ആയോ? കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുന്ന കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് അല്ലേ യൂസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല എടുത്ത് എഴുതാം. എന്താ ക്വാഡ്രാറ്റിക് ഫോർമുല? എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √of b സ്ക്വയർ -4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ? നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കേ, ആദ്യം എന്താണ്? -b, അങ്ങനെയല്ലേ ഫോർമുല? -b. സോ നമ്മുടെ b എന്താ? 3 ആണ്. പക്ഷേ ഇക്വേഷനകത്ത് എന്താ ഉള്ളത്? -b. അപ്പോൾ ആ മൈനസ് അതേപോലെ എഴുതുക. b എന്താ? 3. കണ്ടോ? -3 പ്ലസ് ഓർ മൈനസ് √of എന്താ? b സ്ക്വയർ, ബിയുടെ സ്ക്വയർ, b 3 അല്ലേ? സോ 3 സ്ക്വയർ മൈനസ് 4ac, 4 ഇൻറ്റു a എത്രയാണ്? 2 ഇൻറ്റു c എത്രയാണ്? -2. മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ മൈനസ് ഒക്കെ ഇട്ട് തന്നെ എഴുതണം കേട്ടോ. സോ 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു -2. ഇത്രയും ക്ലിയർ ആയേ? ഇനി എന്ത് ചെയ്യാം? ഹോൾ ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു a എന്താണ്? 2 അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? ബാക്കി ചെയ്യാം. -3, ഞാൻ -3 അതേപോലെ എഴുതി. -3 പ്ലസ് ഓർ മൈനസ് √of ബാക്കി എന്താ? b സ്ക്വയർ, b എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ എത്ര? 9. b സ്ക്വയർ മൈനസ് 4ac, 4 അല്ലേ? -4 ഇൻറ്റു 2 ഇൻറ്റു -2. അപ്പം നമ്മൾ എന്ത് വേണം? മൈനസിനെയും പ്ലസിനെയും ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ സൈനിനെ തമ്മിലായിരിക്കും ആദ്യം സോൾവ് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ -4 ഇൻറ്റു -2, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. സോ പ്ലസ് ആക്കി. ബാക്കി എന്താ ഉള്ളത്? 4 ഇൻറ്റു 2 8, 8 2 16 അല്ലേ? കണ്ടോ? 99 പ്ലസ് 60 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a എത്രയുടെ? a 2. 2 ഇൻറ്റു 2 അഥവാ 4 എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. 4 എന്ന് എഴുതി. 2 ഇൻറ്റു 2 4. ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? -3 പ്ലസ് ഓർ മൈനസ് √of 9 പ്ലസ് 16. √of 9 പ്ലസ് 16. 9ഉം 16ഉം എത്ര? 25 അല്ലേ? അപ്പോൾ √25 എത്ര? 5 അല്ലേ? സോ നമുക്ക് എന്തെഴുതാം? -3 പ്ലസ് ഓർ മൈനസ് 5 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി. ഇത്രയും ഓക്കെ ആണേ? ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞു എന്താ? റൂട്ടിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്ന് പറഞ്ഞു അല്ലേ? രണ്ട് റൂട്ട് കാണുമെന്ന് പറഞ്ഞു. അതായത് -b പ്ലസ് ഓർ മൈനസ് √of b സ്ക്വയർ മൈനസ് 4ac ബൈ 2a 2 റൂട്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? -b പ്ലസ് √of b സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആൻഡ് -b മൈനസ് √of b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത് രണ്ടും അതിൻ്റെ റൂട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തൂടെ? -3 പ്ലസ് 5 ബൈ 4 അതുപോലെ തന്നെ ഓർ -3 മൈനസ് 5 ബൈ 4. കണ്ടോ? അപ്പോൾ എന്ത് വന്നു? ഈക്വൽ ടു ഇനി 5 - 3 അല്ലേ? 2 ഡിഫറൻറ്റ് സൈൻ അല്ലേ? അപ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈൻ. 5 ന്ന് 3 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 5 ന്ന് 3 കുറയ്ക്കുമ്പോൾ 2. 2/4 2/4 അല്ലേ? 2/4 അഥവാ 1/2 എന്ന് വരും. സോ നമുക്ക് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റൂട്ട് എന്താ കിട്ടിയത്? 1/2. അടുത്ത റൂട്ട് എന്താ? -3 -5. ഒരേ ചിഹ്നമാണ്, നമ്മൾ ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം കൊടുക്കുക. 5 3 8. സോ -8 ഡിവൈഡഡ് ബൈ 4 അല്ലേ? -8 ഡിവൈഡ് ബൈ 4 എന്ത് വരും? 8/4 2 -2 എന്ന് വരും. സോ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 1/2 കിട്ടി, -2 കിട്ടി. ഇതാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 റൂട്ട് എന്ന് പറയുന്നത് അല്ലേ? സോ നമുക്കിവിടെ രണ്ട് റൂട്ടുകൾ കിട്ടിയില്ലേ? 2 ഡിഫറൻ്റ് ആയിട്ടുള്ള റൂട്ടുകൾ കിട്ടിയില്ലേ അല്ലേ? സോ നമുക്കിവിടെ എന്തായിരുന്നു? നമ്മുടെ b സ്ക്വയർ മൈനസ് 4ac വാല്യൂ എന്തായിരുന്നു? b സ്ക്വയർ മൈനസ് 4ac റൂട്ട് 25 കിട്ടിയത്. അത്രയും ക്ലിയർ ആണല്ലോ? അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടി. 1/2ഉം -2 ആണ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തു നോക്കാം. Solve the quadratic equation by quadratic method. X square minus 6x plus 9 is equal to 0. X square minus 6x plus 9 equal to 0. Okay? എങ്ങനെ എഴുതാടെ? നോക്കിക്കേ, നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ എടുത്ത് എഴുതാം. എ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? 1 അല്ലേ?
1 ആണ്. ബി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? -6 ആണ് അല്ലേ? സി ഏതാ? കോൺസ്റ്റന്റ് ടേം. ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്താ? 9 ആണ്. ഓക്കെ ആണേ. നമുക്കിനി എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? x is equal to -b plus or minus root of b square minus 4ac divided by 2a. നമ്മൾ ജനറൽ ഫോർമുല അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ബി എന്തായിരുന്നു? ബി -6 ആണ്. വെറും 6 അല്ല, -6 ആണ്. സോ -6 ഉണ്ടെങ്കിൽ അതുപോലെ എഴുതണം. സോ -b -6 കണ്ടോ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി എന്താണ്? -6. -6ന്റെ സ്ക്വയർ. സോ ബി സ്ക്വയർ -6ന്റെ സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു എ എന്താണ്? 1, സി എന്താണ്? 9 അല്ലേ? ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എത്രയാണ്? 1. ക്ലിയർ ആയല്ലോ? സോ -6 പ്ലസ് മൈനസ് ഓഫ് -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -6 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് വന്നു. ഇത്രയും ഓക്കെ ആണേ. ഇനി എന്ത് ചെയ്യാം? മൈനസ് ഇൻറ്റു മൈനസ് നമുക്ക് എന്തെഴുതാം? +6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇനി -6ന്റെ സ്ക്വയർ. -6ന്റെ സ്ക്വയർ എന്താണ്? -6ന്റെ സ്ക്വയറും +6ന്റെ സ്ക്വയറും എന്ത് തന്നെയാണ്? 36 തന്നെയാണ്. ഞാൻ ഇന്നലെ ഒരു ക്ലാസ് ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു മൈനസ് ഓഫ് എക്സ്, -xന്റെ സ്ക്വയറും +xന്റെ സ്ക്വയറും എന്താണ്? x സ്ക്വയർ തന്നെയാണ്. മനസ്സിലായില്ലേ? മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആണ്. അപ്പോൾ -6ന്റെ സ്ക്വയർ 36 പ്ലസ് 36 മൈനസ് 9 ഇൻറ്റു 4 ഇൻറ്റു 1 9 4 36 ഇൻറ്റു 1 36 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2. കണ്ടോ? ഇത്രയും ഓക്കെ ആണേ. ഇനി എന്ത് ചെയ്യാം? 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, റൂട്ട് നോക്കിക്കടേ, 36 മൈനസ് 36, റൂട്ട് ഓഫ് 36 മൈനസ് 36 എന്താ? 0 ആയി പോവും. സോ നമുക്ക് ഈ ഒരു ടേം ഫുൾ അങ്ങ് 0 ആയി പോവും. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ടേം കംപ്ലീറ്റ് എന്തായി? 0 ആയി അല്ലേ? സോ നമുക്ക് ആ ടേമിന്റെ ആവശ്യമുണ്ടോ? അവിടെ 0 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ 2. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 6 പ്ലസ് ഓർ മൈനസ് 0 എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്. സോ നമുക്ക് 6 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. 6/2 എത്രയാണ്? 3 എന്ന് വരും. ക്ലിയർ ആയോ? നമുക്ക് റൂട്ട് എന്താ കിട്ടിയത്? 3 എന്നാണ് കിട്ടിയത്. അതായത് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരു റൂട്ടല്ലേ കിട്ടിയുള്ളൂ. 2 റൂട്ട് ഉണ്ടോ? 2 റൂട്ടില്ല. നോർമലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട് കാണും. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്തു വന്നപ്പോൾ എന്താ? നമ്മുടെ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഇവിടെ അങ്ങ് ഈ റൂട്ടിന് ശേഷം ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 0 വന്നതുകൊണ്ട്, ആ ഒരു ടേം ഇല്ലാതെ വന്നതുകൊണ്ട് നമുക്ക് ഒരൊറ്റ റൂട്ട് മാത്രമേ കിട്ടിയുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ ബി സ്ക്വയർ മൈനസ് 4ac ഒരു വാല്യൂ ഉണ്ടായിരുന്നല്ലോ. സോ ആ വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ എന്താ? 2 റൂട്ട് കിട്ടിയില്ലേ അല്ലേ? ഇപ്പൊ ചെയ്തതിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ടേം തന്നെ 0 ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ റൂട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, എ റെക്ടാങ്കുലർ ഗാർഡൻ ഹാസ് ആൻ ഏരിയ ഓഫ് 48 സ്ക്വയർ മീറ്റേഴ്സ്. ഇറ്റ്സ് ലെങ്ത് ഈസ് 2 meters മോർ ദാൻ ഇറ്റ്സ് വിഡ്ത്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ ഗാർഡൻ. ഒരു റെക്ടാങ്കുലർ ഗാർഡൻ ഉണ്ട്. അതിന്റെ ഏരിയ 48 സ്ക്വയർ മീറ്റർ ആണ്, അല്ലെങ്കിൽ 48 മീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വിട്ടിനെക്കാളും 2 മീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ. ഓക്കെ, നമുക്കറിയാം, നമ്മളിത് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പറയും എന്താണ്? നമുക്കറിയാം ഏറ്റവും ചെറുത് എന്താണോ അതിനെ x ആക്കി അസ്യൂം ചെയ്യുക അല്ലേ? ലെങ്ത് ആണ് വിട്ടിനെക്കാളും 2 സെന്റിമീറ്റർ കൂടുതലുള്ളത്. അപ്പം ഞാൻ വിട്ടിനെ എന്താക്കി എടുത്തു? x ആക്കി എടുത്തു. സോ വിട്ട് എന്താണ്? x. വിട്ട് x ആക്കി. അപ്പം ലെങ്ത് എന്തായിരിക്കും മക്കളെ? ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? x + 2 ആയിരിക്കും അല്ലേ? വിട്ടിനെക്കാളും 2 മീറ്റർ കൂടുതലാണ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? വിട്ടെന്നോ ബ്രെഡെന്നോ എങ്ങനെയാണെങ്കിലും എഴുതാൻ കേട്ടോ, പ്രശ്നമില്ല. സോ എന്ത് കിട്ടി? എക്സും x + 2 കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ ഏരിയ എന്താണ്? 48 സ്ക്വയർ മീറ്റർ ആണ്. നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അതല്ലേ ഏരിയ? x ഇൻറ്റു x + 2. x ഇൻറ്റു x + 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 48 ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? 48 ആണ്. ഈ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്താലോ? x ഇൻറ്റു x + 2 = 48. അപ്പൊ എന്താ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. x ഇൻറ്റു x x²
പ്ലസ് 2 ഇൻറ്റു എക്സ് 2x ഈക്വൽ ടു 48. അതിൽ നിന്ന് x² പ്ലസ് 2x മൈനസ് 48 ഇസ് ഈക്വൽ ടു 0 കിട്ടിയില്ലേ? കണ്ടോ, x² പ്ലസ് 2x മൈനസ് 48 ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ? നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കിട്ടിയില്ലേ? സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. ചെയ്യാം. ഏത് മെത്തേഡാണ് നമ്മൾ പഠിച്ചത്? ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്. ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് നമുക്കത് ചെയ്യാം. നോക്കിക്കേ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ അറിയണം? എ അറിയണം, ബി അറിയണം, സി അറിയണം അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് എഴുതാം. എ എന്താണ്? 1 ആണ്. ബി എന്താണ്? 2 ആണ്. സി എന്താണ്? -48 ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഫോർമുല എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഫോർമുല? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ക്ലിയർ ആണല്ലോ? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ബൈ 2a. മൈനസ് ബി, ബിക്ക് പകരം -2 പ്ലസ് ഓർ മൈനസ് √b². b² എന്താണ്? 2 ന്റെ സ്ക്വയർ അല്ലേ? 2² മൈനസ് 4 ഇൻറ്റു എ എന്താ? 4 ഇൻറ്റു എ, 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്താടാ? -48 അല്ലേ? -48. ക്ലിയർ ആണോ? ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. എ എന്താണ്? 2 ഇൻറ്റു 1 2 അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? -2 പ്ലസ് ഓർ മൈനസ് നോക്കിക്കേ, 2ന്റെ സ്ക്വയർ 4 മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. കണ്ടോ, -4 ഇൻറ്റു 1 ഇൻറ്റു -48. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. 48 ഇൻറ്റു 4, 48 ഇൻറ്റു 4 എത്ര? 8 4 32 16 17 18 19 192 എന്ന് വരും അല്ലേ? പ്ലസ് 192 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? -2 പ്ലസ് ഓർ മൈനസ് √192 4 എത്ര? 196 അല്ലേ? 196 ആണ്. ഡിവൈഡഡ് ബൈ 2. ഇങ്ങോട്ട് എഴുതുവാണേ. -2 പ്ലസ് ഓർ മൈനസ് √196 എന്താണ്? 196 എന്തിൻ്റെ സ്ക്വയർ ആണ്? 14ന്റെ സ്ക്വയർ ആണോ? ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം നമുക്ക്. 14ന്റെ സ്ക്വയർ അല്ലേ? 16 196 14ന്റെ സ്ക്വയർ. സോ നമുക്ക് √196 പകരം 14 എന്ന് എഴുതാം, 14 എന്ന് എഴുതാം. സോ -2 പ്ലസ് ഓർ മൈനസ് 14 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് റൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. -2 പ്ലസ് 14 ഡിവൈഡഡ് ബൈ 2, അതല്ലെങ്കിൽ -2 മൈനസ് 14 ബൈ 2 ഇങ്ങനെ എഴുതാം അല്ലേ? സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? -2 പ്ലസ് 14 ബൈ 2, 14 മൈനസ് 2 12, 12 ബൈ 2 6 എന്ന് വരും അല്ലേ? 12 ബൈ 2 6 എന്ന് വരും. ഇവിടെയാണെങ്കിലോ 14 2 16 മൈനസ് 16 ബൈ 2 -8 എന്ന് വരും അല്ലേ? -8 എന്ന് വരും. സോ നമുക്ക് 2 റൂട്ട് കിട്ടിയില്ലേ? 6 കിട്ടി, -8 കിട്ടി. ഇനി എന്താണ് എക്സ് എന്ന് പറഞ്ഞ സംഭവം? നമ്മുടെ വിട്ടല്ലേ എക്സ്? വിട്ടാണ് എക്സ്. സോ റെക്റ്റാങ്കിളിൻ്റെ വിട്ട് എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 6 മീറ്റർ എന്ന് കിട്ടി അല്ലേ? വിട്ടിനെക്കാളും 2 മീറ്റർ കൂടുതലാണ് ആര്? ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് എന്തായിരിക്കും? വിട്ട് പ്ലസ് 2 മീറ്റർ. വിട്ട് എക്സ് 6 ആണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? 6 2 8 ആയിരിക്കും. സോ വിട്ടും ലെങ്തും കിട്ടി. ഒന്ന് മൾട്ടിപ്ലൈ നോക്കിക്കേ. 6 8 48 അല്ലേ? ഏരിയ കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണ്. ഇനി ഇവിടെയും 2 വാല്യൂസ് വന്നു, 6ഉം -8ഉം വന്നു. പക്ഷേ ഒരു റെക്റ്റാങ്കിൾ ഗാർഡൻ്റെ ഒക്കെ ഏരിയ അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും എന്താണ്? പോസിറ്റീവ് നമ്പർ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അല്ലാതെ റൂട്ട് ചോദിച്ചാൽ ഇത് രണ്ടും റൂട്ട് തന്നെയാണ്. പക്ഷേ നമ്മളൊരു റിയൽ ലൈഫിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുക. പോസിറ്റീവ് ആണോ എന്താണ്? ഇപ്പോൾ ഗാർഡനൊക്കെ ആണെങ്കിൽ എപ്പോഴും അത് പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ. ഗാർഡൻ്റെ വിട്ടും ലെങ്തും ഒക്കെ പോസിറ്റീവ് നമ്പർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് നമ്മൾ എടുക്കില്ല. സോ അപ്പോൾ നമുക്ക് ആലോചിക്കാൻ എന്തായിരിക്കും? 6ഉം 8ഉം ആയിരിക്കും. മനസ്സിലായേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A number is such that the square of the number is equal to 5 times of the number plus 24. A number is such that the square of the number is equal to 5 times of the number plus 24. ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ 5 ടൈംസിൻ്റെ കൂടെ 24 കൂട്ടുന്നതാണ്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഫ്രെയിം ചെയ്യാം. നമ്പർ എന്താണ്? നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ നമ്പർ ബി എക്സ് അല്ലേ? നമ്പറിനെ ഞാൻ എക്സ് ആക്കി എടുത്തു. സ്ക്വയർ ഓഫ് ദ നമ്പർ ഈക്വൽ ടു എന്താണ്? ആ നമ്പറിൻ്റെ 5 ടൈംസ് പ്ലസ് 24. ഇങ്ങനല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇപ്പുറത്ത് കൊണ്ടുവന്നൂടെ ബാക്കിയുള്ളവരെയൊക്കെ? സോ x² മൈനസ് 5x മൈനസ് 24 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയില്ലേ?
സോൾവ് ചെയ്യാലോ. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു -5, സി ഈസ് ഈക്വൽ ടു -24. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, എന്ത് ചെയ്യാം? വാല്യൂസ് കൊടുക്കാം. -b എന്താണ്? -5 ആണ്. സോ മൈനസ് ഓഫ് -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, 5ന്റെ സ്ക്വയർ, -5ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്താണ്? 1 ആണ്. ഇൻറ്റു സി എന്താണ്? -24 അല്ലേ? -24 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഓക്കെ ആണല്ലോ. ഇതൊരു മൈനസ് ഇൻറ്റു മൈനസ് +5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5ന്റെ സ്ക്വയർ എന്താ? -5ന്റെ സ്ക്വയർ എന്താ? -5ന്റെ സ്ക്വയറും +5ന്റെ സ്ക്വയറും 25 തന്നെയാണ്. സോ 25. ഇനി -4 ഇൻറ്റു 1 ഇൻറ്റു -24, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 24 ഇൻറ്റു 4 അല്ലേ? 24 ഇൻറ്റു 4 എത്ര? 16, 96 അല്ലേ? 96 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയല്ലേ വന്നത്? ഇനി എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തൂടെ? സോ 5 പ്ലസ് ഇവിടെ വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 96ഉം 25ഉം. 96, 25, 6, 5, 11, 9, 2, 11, 1, 12. 121 കിട്ടത്തില്ലേടാ അല്ലേ? 121 കിട്ടി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? 5 പ്ലസ് റൂട്ട് 121. റൂട്ട് 121 എന്താടേ? 11ന്റെ സ്ക്വയർ അല്ലേ 121. സോ നമുക്ക് എന്തെഴുതാം? 11 ഡിവൈഡഡ് ബൈ 2. ഒരു സൊല്യൂഷൻ കിട്ടി. ഓർ 5 മൈനസ് 11 ഡിവൈഡഡ് ബൈ 2. അടുത്ത സൊല്യൂഷൻ കിട്ടി. 11 5 എത്രയാടേ? 16 അല്ലേ? അപ്പോൾ 16 ഡിവൈഡ് ബൈ 2 8 എന്ന് വരും. അല്ലെങ്കിൽ 11 5 കുറയ്ക്കുമ്പോൾ എന്താ? 6 -6 ഡിവൈഡഡ് ബൈ 2 -3 എന്നും വരും. സോ നമ്മുടെ നമ്പർ ഏതൊക്കെയായിരിക്കും? 8 അല്ലെങ്കിൽ -3 ആയിരിക്കും. ഓക്കെ, ആൻസർ കിട്ടിയതിന് ശേഷം തിരിച്ച് ഒന്ന് മൾട്ടിപ്ലൈ നോക്കുക, നമ്മുടെ ഇക്വേഷൻ പോലെ വരുന്നുണ്ടോ എന്ന് അല്ലേ? എന്തായിരുന്നു നമ്പർ? ഇപ്പോൾ ഞാൻ എടുത്ത നമ്പർ 8 ആണെന്നിരിക്കട്ടെ. സോ 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ഈക്വൽ ടു എന്താണ്? 8 ഇൻറ്റു 5, 8 5 40, 40 പ്ലസ് 24, 40 പ്ലസ് 24 അല്ലേ 64. കറക്റ്റ് ആയില്ലേ? മനസ്സിലായില്ലേ? അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മളെ ക്വാഡ്രാറ്റിക് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇതിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac വിളിക്കുന്ന പേരെന്താണ്? ഡിസ്ക്രിമിനന്റ്. ഇനി ഈ ഡിസ്ക്രിമിനന്റ് ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ട്, ഏതൊക്കെയാണ് ആ സൊല്യൂഷന്റെ നേച്ചർ എന്നൊക്കെയുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത പഠിക്കാം. ഓക്കെ, നേച്ചർ ഓഫ് ദ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് അല്ലേ, റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത സമയത്ത് അതിൻ്റെ ചില സമയത്ത് അവിടെ റൂട്ടുകൾ രണ്ടും ഒരേപോലത്തെ 2 റൂട്ടുകൾ വന്നു, സെയിം റൂട്ടാണ് വന്നത് ചില സമയത്ത്. എന്നാൽ ചില സമയത്ത് നമുക്ക് കിട്ടിയപ്പോഴോ റൂട്ടിൻ്റെ വാല്യൂ എന്തായിരുന്നു? നെഗറ്റീവ് വാല്യൂ വന്നു. ചില സമയത്താണെങ്കിലോ റൂട്ട് രണ്ടും സെയിം ആയിരിക്കും, സെയിം ആൻഡ് ഈക്വൽ റൂട്ട് വന്നു. ശരിക്കും ഈ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നറിയാമോ? നമ്മൾ പറഞ്ഞ ആ ഒരു ബി സ്ക്വയർ -4ac ഇല്ലേ, ബി സ്ക്വയർ -4ac അഥവാ ഡിസ്ക്രിമിനന്റ്, ആ ഡിസ്ക്രിമിനന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഡിസ്ക്രിമിനന്റ് എന്തായിരുന്നു? ബി സ്ക്വയർ -4ac ആണ് അതിന്റെ ഡിസ്ക്രിമിനന്റ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് എന്താണ്? ബി സ്ക്വയർ -4ac. ആ ബി സ്ക്വയർ -4ac വാല്യൂവിനെ അതിന്റെ റൂട്ട്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. നോക്കിയേ, if the b square -4ac greater than 0, then the quadratic equation have two real and distinct root. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ബി സ്ക്വയർ -4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അഥവാ ബി സ്ക്വയർ -4ac വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? നമുക്ക് കിട്ടുന്ന റൂട്ട് എന്തായിരിക്കും? 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന സോൾവ് ചെയ്യുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റിയൽ ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് എന്താ? നല്ല വ്യത്യസ്തമായ 2 റിയൽ റൂട്ട്സ് കിട്ടും എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേടെ. ഇവിടെ നമുക്ക് ബി സ്ക്വയർ -4ac വാല്യൂ ഉണ്ടോ? ബി സ്ക്വയർ -4ac റൂട്ട് ഓഫ് 3²
4 into 2 into -2 അല്ലേ? അതായത് റൂട്ട് ഓഫ് 9 + 16 എന്ന് കിട്ടി, റൂട്ട് 25 എന്ന് കിട്ടി, റൂട്ട് 25 എന്ന് കിട്ടി. b² - 4ac വാല്യൂ നമുക്കിവിടെ റൂട്ട് 25 എന്നല്ലേ കിട്ടിയത്. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ്. അതായത് ഈ 5 എന്ന് പറഞ്ഞ നമ്പർ അല്ലെങ്കിൽ b² - 4ac വാല്യൂ നമുക്ക് 5 കിട്ടി. ഈ 5 എന്താ? ഗ്രേറ്റർ ദാൻ 0 അല്ലേ? പോസിറ്റീവ് നമ്പർ അല്ലേ? സോ അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്താ? രണ്ട് റിയൽ ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് റൂട്ട്സ് ആണ് കിട്ടിയത്. b² - 4ac വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും റൂട്ട് കിട്ടുന്നത്? രണ്ട് റിയൽ ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട് കിട്ടും. ക്ലിയർ ആയോ? അടുത്ത് നോക്കിക്കേ, b² - 4ac less than 0, then the quadratic equation have no real roots and having two complex conjugate root. നോക്കിക്കേ എന്താണ്? ഇഫ് b² - 4ac ലെസ് ദാൻ 0, നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ b² - 4ac വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ, മനസ്സിലായില്ലേ? ലെസ് ദാൻ 0 എന്താ? ഇപ്പോൾ b² - 4ac ഞാൻ പറയുക ഒരു -10 ആണെന്നിരിക്കട്ടെ, അതായത് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? ദെൻ they have no real roots and having two complex conjugate root. അവർക്കൊരു റിയൽ റൂട്ട് ഉണ്ടായിരിക്കുകയില്ല, പകരം കോംപ്ലക്സ് ആയിട്ടുള്ള കോൺജുഗേറ്റ് റൂട്ടാണുള്ളത്. എന്താണ് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്? ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പോൾ പഠിക്കാനില്ല. ശരിക്കും 10ാം ക്ലാസ് വരെ മാത്രം മാത്സ് പഠിച്ചു വന്ന ആൾക്കാർക്ക് അതൊരിക്കലും കിട്ടത്തില്ല കേട്ടോ. എന്താണ് കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്നൊന്നും ശരിക്കും അത് +1 +2 നമ്മൾ പഠിക്കുന്നതാണ്, കോൺജുഗേഷനും അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സും ഒക്കെ. ഓക്കെ, എന്നാലും നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, നമുക്ക് b² - 4ac നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? -b ± റൂട്ട് ഓഫ് b² - 4ac / 2a ആയിരുന്നു. അതിൽ റൂട്ട് ഓഫ് b² - 4ac, ഈ b² - 4ac ഇപ്പം ഞാൻ -10 എടുക്കാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ റൂട്ട് ഓഫ് -10 ഇങ്ങനെ വന്നിരിക്കട്ടെ. കണ്ട, റൂട്ട് ഓഫ് b² - 4ac റൂട്ട് ഓഫ് -10 എന്ന് വന്നിരിക്കട്ടെ. റൂട്ടിനകത്ത് ഒരിക്കലും ഒരു നെഗറ്റീവ് നമ്പർ വന്നാൽ അത് റിയൽ അല്ല. റൂട്ടിനകത്ത് -10 അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. കൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് റിയൽ നമ്പർ അല്ല, മനസ്സിലായില്ലേ? റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ അതിനെ നമ്മൾ ഇമാജിനറി നമ്പർ അഥവാ കോംപ്ലക്സ് നമ്പർ എന്നൊക്കെ പറയും. ഓക്കെ, കോംപ്ലക്സ് നമ്പർ എന്താണ്? നമ്മൾ ഈ ഐ ഉപയോഗിച്ചൊക്കെ എഴുതുന്ന നമ്പേഴ്സാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. ജസ്റ്റ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ x + iy ഈ ഒരു ഫോമിലാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ എഴുതുന്നത് കേട്ടോ. x + iy, അതിൻ്റെ കോൺജുഗേറ്റ് നമ്പർ എന്ന് പറയുന്നില്ല, അതിൻ്റെ കോൺജുഗേറ്റ് x - iy ആണ്. അതായത് റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന നമ്പറാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? റൂട്ടിനകത്ത് നെഗറ്റീവ് വരുവാണെങ്കിൽ, അതായത് b² - 4ac വാല്യൂ ലെസ് ദാൻ 0 വരുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷന് റിയൽ റൂട്ട് കാണുമോ? റിയൽ റൂട്ട് ഉണ്ടായിരിക്കില്ല. കോൺജുഗേറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ കോംപ്ലക്സ് റൂട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധേഡാവേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കിക്കേടെ. ഇഫ് b² - 4ac ഈക്വൽ ടു 0, ദെൻ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാവ് ടു റിയൽ റൂട്ട്. കണ്ടോ, ഇനി b² - 4ac വാല്യൂ 0 ആണ്. നമ്മൾ ചെയ്തു വരുമ്പോൾ -b ± റൂട്ട് ഓഫ് b² - 4ac / 2a അങ്ങനെ വന്നിരിക്കട്ടെ. അപ്പോൾ ആ b² - 4ac ടേം കംപ്ലീറ്റ് അങ്ങ് 0 ആയി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? -b / 2a അങ്ങനെയല്ലേ വരുന്നത്? അതായത് -b / 2a അതാകുമ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള ഒരൊറ്റ റൂട്ട് മാത്രമല്ലേ കാണത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഒരൊറ്റ റൂട്ട് എന്നാണോ പറയുന്നത്? രണ്ട് ഈക്വൽ റൂട്ട് അല്ലേ? അതായത് ഇപ്പം രണ്ട് റൂട്ട് കാണും. ഇപ്പം ഞാൻ പറയുകയാണ് -5 ± റൂട്ട് 0 / 2 എന്നാണെന്നിരിക്കട്ടെ. അതായത് -5/2 എന്ന് വരും. ആ ബാക്കിയുള്ള റൂട്ടിന് ശേഷമുള്ള ആ ഒരു b² - 4ac ടേം അവിടെ അങ്ങ് 0 ആയിരിക്കട്ടെ. അപ്പോൾ എന്താ? -5/2 എന്ന് മാത്രമല്ലേ നമുക്ക് വരുന്നുള്ളൂ. അതായത് അതിൻ്റെ രണ്ട് റൂട്ടും ഈ -5/2 ആയിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. b² - 4ac വാല്യൂ 0 വരുന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. നമുക്കത് നോക്കാമേ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേടെ. കണ്ടോ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരത്തെ b² - 4ac വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എന്തായിരുന്നു? റൂട്ട് ഓഫ് 6² കണ്ടോ 4 × 1 × 9. നമുക്ക് റൂട്ട് ഓഫ് 36 - 36 വന്നില്ലേ? അതായത് റൂട്ട് 0 വന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? 6 / 2 അല്ലേ? 6/2 അഥവാ നമുക്ക് +3 എന്നാണ് കിട്ടിയത്. അതായത് അതിൻ്റെ രണ്ട് റൂട്ടും +3 തന്നെയാണ്. ഒരു റൂട്ട് മാത്രമുള്ളതെന്നല്ല അതിൻ്റെ അർത്ഥം. രണ്ട് റൂട്ടുണ്ട് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട്, പക്ഷേ രണ്ട് റൂട്ടും സെയിം ആണ്, +3 ആണ്. ഓക്കെ, 2 ഈക്വൽ റൂട്ട്സ് ആണ്. അതാണ് b² - 4ac വാല്യൂ 0 വരുമ്പോൾ ഉള്ള കാര്യം. ക്ലിയർ ആണല്ലോ?
നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ നേച്ചർ ഓഫ് ഇറ്റ്സ് റൂട്ട്. നോക്കിക്കേ, ഇതിന്റെ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം അതിന്റെ റൂട്ടിന്റെ നേച്ചറും നോക്കാം നമുക്ക്. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? 3x² മൈനസ് 2x പ്ലസ് 13 ഈസ് ഈക്വൽ ടു 0. എന്താണ് നമ്മുടെ ഡിസ്ക്രിമിനന്റ്? എന്താണ്? b² മൈനസ് 4ac അല്ലേ? നമുക്ക് ആദ്യം എന്തെഴുതാം? ഓരോ ടേമും എടുത്തെഴുതാം. എ എന്താണ്? 3 ആണ്. ബി -2 ആണ്. സി എന്ന് പറഞ്ഞാൽ 13 ആണ്. ഓക്കെ, ഇനി നമുക്ക് b² മൈനസ് 4ac. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇതിന് മുന്നേ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ എന്താണ്, നമ്മൾ സൊല്യൂഷൻ കംപ്ലീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ -b പ്ലസ് ഓർ മൈനസ് √(b² മൈനസ് 4ac/2a) അപ്ലൈ ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് അതിന്റെ റൂട്ടിന്റെ നേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം നമ്മൾ എന്താ ഒരു കാര്യം പഠിച്ചത്? നമ്മൾ റൂട്ടിന്റെ നേച്ചർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഇക്വേഷൻ തന്നിട്ട് റൂട്ടിന്റെ നേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് b² മൈനസ് 4ac വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. കംപ്ലീറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? അതായത് b² മൈനസ് 4ac എന്താണ് ഇവിടെ? നോക്കിക്കേ, b അല്ലേ, -2 അല്ലേ? സോ b² മൈനസ് 2² മൈനസ് 4 ഇൻറ്റു ac. 4 ഇൻറ്റു a എന്താ? 3. c എന്താ? 13 അല്ലേ? b² മൈനസ് 4ac ഈക്വൽ ടു -2² മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 13. ഇനി എന്താ? -2ന്റെ സ്ക്വയർ പ്ലസ് 4 അല്ലേ? മൈനസ് 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 13. 12 ഇൻറ്റു 13 എത്ര? 156 അല്ലേ? 156 അല്ലേ? -156. അപ്പം നമുക്ക് എന്ത് വരും? ഡിഫറെൻറ്റ് എന്താണ് നമ്പേഴ്സ് ആണ്, ഡിഫറെൻറ്റ് സൈൻ ആണ് അവർക്ക്. അപ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് വലിയ ആളുടെ സൈൻ ഡിഫറൻസ് എന്താ? 156ൽ നിന്ന് 4 കുറയ്ക്കുക, അപ്പം 152. ആ സൈൻ ആരുടേതായിരിക്കും? വലുതിൻ്റെ. സോ -152 എന്ന് വരും. നോക്കിക്കേടെ, നമ്മുടെ b² മൈനസ് 4ac വാല്യൂ ഇവിടെ എന്താ വന്നത്? -152 അല്ലേ വന്നത്? അതായത് b² മൈനസ് 4ac എന്താണ്? നെഗറ്റീവ് ആണ്. b² മൈനസ് 4ac നെഗറ്റീവ് അഥവാ <0 ആണ്. <0 ആണെങ്കിൽ എന്താ പ്രത്യേകത? റിയൽ ആയിട്ടുള്ള റൂട്ട് ഉണ്ടാവോ? ഇല്ല. സോ ദേ ഹാവ് നോ റിയൽ റൂട്ട് അല്ലേ? കോൺജുഗേറ്റ് ആയിട്ടുള്ള റൂട്ട് ആയിരിക്കും ഹാവിങ് നോ റിയൽ റൂട്ട്. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കിക്കേ, ഫൈൻഡ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² മൈനസ് 4x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 and hence find the nature of its roots. നോക്കിക്കേ, find the discriminant of the quadratic equation. ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്താണ്? 2x² മൈനസ് 4x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചിട്ട് എന്താണ് നേച്ചർ ഓഫ് ദ റൂട്ട്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേടെ, നമുക്ക് എല്ലായിടത്തും എഴുതിയാലോ. എ എന്താ? 2 ആണ്. ബി -4 ആണ്. സി 1 ആണ്. ഓക്കെ, ഡിസ്ക്രിമിനന്റ് b² മൈനസ് 4ac എന്തായിരിക്കും? b² മൈനസ് 4ac -4ന്റെ സ്ക്വയർ മൈനസ് അല്ലേ b² മൈനസ് 4 ഇൻറ്റു a എത്രയാണ്? 2 ഇൻറ്റു c എത്രയാണ്? 1 അല്ലേ? അപ്പോൾ എന്ത് വരും? -4ന്റെ സ്ക്വയർ പ്ലസ് 4 16 മൈനസ് 4 ഇൻറ്റു 2 8 അല്ലേ? 16 8 ഉറക്കുമ്പോൾ എന്ത് വരും? 16 ഇൻറ്റു 8 വരും അല്ലേ? സോ നമുക്ക് b² മൈനസ് 4ac വാല്യൂ എന്താ വന്നത്? 8 അല്ലേ വന്നത്? പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ? പോസിറ്റീവ് നമ്പർ ആണ്. അതായത് b² മൈനസ് 4ac വാല്യൂ ഇവിടെ >0 ആണ് വന്നത് അല്ലേ? >0 വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദേ ഹാവ് 2 റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്ന് പറയാം അല്ലേ? സോറി, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് എന്ന് പറയാം അല്ലേ? 2 റിയൽ ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 റൂട്ട് ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? b² മൈനസ് 4ac വാല്യൂ >0 വന്നതുകൊണ്ട്. ക്ലിയർ ആയോ? ഇഫ് b² മൈനസ് 4ac വാല്യൂ 0 ആയിരുന്നെങ്കിലോ? b² മൈനസ് 4ac വാല്യൂ 0 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് വരും? ഈക്വൽ ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണ്? റൂട്ട്സിൻ്റെ സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സിനെയും കുറിച്ചുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇത് വെച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എളുപ്പത്തിന് കിട്ടുന്നതാണ്. ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കിക്കേ, if alpha and beta are the roots of a quadratic equation, then ax² plus bx plus c is equal to 0. Then നോക്കിക്കേ, then the sum of root is equal to alpha plus beta equal to -b/a. Then product of root is equal to c/a. ഇതിനകത്ത് വേറെ ഒന്നും ടെൻഷൻ അടിക്കാനില്ല. നോക്കാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ? ax² plus bx plus c equal to 0. ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ? ഞാൻ പറയുവാണ്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ
രണ്ട് റൂട്ടുകൾ കാണുമല്ലോ. ആ റൂട്ടുകൾ ആൽഫയും ബീറ്റയുമാണ്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആൽഫയും ബീറ്റയുമാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ടുകളെന്ന് ഇരിക്കട്ടെ. അങ്ങനാണെങ്കിൽ എന്താണ് ദ സം ഓഫ് ദ റൂട്ട്സ് അല്ലെ? സം ഓഫ് ദ റൂട്ട് എന്തായിരിക്കും ഇവിടെ? ആൽഫ പ്ലസ് ബീറ്റ അല്ലേ സം ഓഫ് ദ റൂട്ട് ആണല്ലോ. സോ സം ഓഫ് ദ റൂട്ട് ഈസ് ഈക്വൽ ടു എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? മൈനസ് ബി ബൈ എ. മൈനസ് ബി ബൈ എ. എന്താണ് ബി എന്ന് പറഞ്ഞാല്? മൈനസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് അല്ലേ? അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് അല്ലേ ബി? അല്ലേ? ആണ്. സോ മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? ബി ബൈ എ എന്നാണ് അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയോ? അതാണ് സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ. സം ഓഫ് ദ റൂട്ട് അഥവാ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താ പറഞ്ഞേക്കുന്നത്? സി ഡിവൈഡഡ് ബൈ എ. സി ബൈ എ ആണ്. ഈ ഫോർമുല കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്തായിരിക്കും ഇവിടെ? പ്രോഡക്റ്റ് ആൽഫ ഇൻറ്റു ബീറ്റ. കണ്ടോ? ആൽഫ പ്ലസ് ബീറ്റ സമ്മാണ്. ആൽഫ ഇൻറ്റു ബീറ്റ അവരുടെ പ്രോഡക്റ്റ് ആണ്. സോ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? സി ഡിവൈഡഡ് ബൈ എ. സി ബൈ എ. സി എന്താണ്? സി നോക്കിക്കേ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. സി എന്താണ്? കോൺസ്റ്റന്റ് ടേം അല്ലേ? സോ കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ എ. എ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നേ? ആൽഫയും ബീറ്റയും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ട് ആണെങ്കിൽ ദ സം ഓഫ് ദ റൂട്ട്സ് അഥവാ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ബി ബൈ എ അഥവാ മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അത് ഫസ്റ്റത്തെ പോയിന്റ്. പിന്നെന്താ പറഞ്ഞേ? ആൽഫയും ബീറ്റയും ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ടുകളാണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ റൂട്ട്സ് അഥവാ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ സി ഡിവൈഡഡ് ബൈ എ ആണ്. സി എന്താണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്യാൻ പോണത്. ക്ലിയർ ആണല്ലോ? കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 എന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണോ കിടക്കുന്നത്? നമ്മൾ പഠിച്ച ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ഫോം ആയിരുന്നു അല്ലേ? അങ്ങനെ ഒരു ഫോമിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിമിനന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലേ? ക്വാഡ്രാറ്റിക് ഫോമിൽ യൂസ് ചെയ്ത് ചെയ്യാം. നോക്കിയേ, ഇവിടെ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 അങ്ങനെയല്ലേ കിടക്കുന്നത്? അതായത് ഇതിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണോ ഇത് ചെയ്യുന്നത്? എക്സിൻ്റെ ടേം ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അതിനേക്കാളൊക്കെ വളരെ സിമ്പിളായ ഒരു രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമുക്കതൊരു ഐഡന്റിറ്റി യൂസ് ചെയ്ത് ചെയ്യാം. ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് നമ്മൾ. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പഠിച്ചിട്ടില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ പഠിച്ചിട്ടില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ എയും ബിയും ഒക്കെ എന്താണെന്ന് അറിയണ്ടേ? ആ ഫാക്ടേഴ്സ് കിട്ടണ്ടേ? അത് നോക്കാം. നിങ്ങൾ നോക്കിക്കേടാ, എക്സ് സ്ക്വയർ നമുക്ക് എന്തെഴുതാം? ഇതിപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലല്ലേ കിടക്കുന്ന എ സ്ക്വയർ. ഇവിടെ എ സ്ക്വയറിന് പകരം എന്താണ്? എക്സ് സ്ക്വയർ ആണ് അല്ലേ? എ സ്ക്വയറിന് പകരം ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്ക് പകരം എന്തായിരിക്കും? റൂട്ട് എക്സ് സ്ക്വയർ അഥവാ എക്ക് പകരം നമുക്കിവിടെ എക്സ് കൊടുക്കാം. ക്ലിയർ അല്ലേ? അഥവാ എക്സ് കൊടുത്തുകൂടെ എക്ക് പകരം കൊടുക്കാം. ഇനി എന്താണ്? ബി സ്ക്വയർ. ബി സ്ക്വയറിന് പകരം ഇവിടെ എന്താണ് കിടക്കുന്നത്? ബി സ്ക്വയറിന് പകരമാണ് ഇവിടെ 3 കിടക്കുന്നത് അല്ലേ? അപ്പോൾ ബി എന്തായിരിക്കും? റൂട്ട് 3. ബി റൂട്ട് 3 അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എക്സും കിട്ടി, ബിയുടെ വാല്യൂ റൂട്ട് 3യും കിട്ടി. ക്ലിയർ ആണോ? മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമുലയിലേക്ക് വരാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ എന്താണ്? എക്സ് പ്ലസ് ബി എന്താണ്? റൂട്ട് 3. എക്സ് പ്ലസ് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 3 എഴുതാലോ ഇങ്ങനെ ആണല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 എന്നുണ്ട്. സോ ഈക്വൽ ടു 0 കണ്ടോ? എക്സ് പ്ലസ് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 3 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം?
എ ഇൻറ്റു ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഈക്വൽ ടു 0 എന്ന് എഴുതാം, ബി ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇത് ഞാനൊരു മനസ്സിലായില്ലേ? എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതുപോലെ എക്സ് പ്ലസ് √3 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാടാ? എക്സ് ഇസ് ഈക്വൽ ടു -√3 അല്ലേ? -√3 എന്ന് എഴുതാം. ഇനി എക്സ് മൈനസ് √3 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിലോ എക്സ് ഇസ് ഈക്വൽ ടു +√3 എന്ന് എഴുതിക്കൂടെ? സോ എക്സിന്റെ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? +√3 ഇൻറ്റു +√3 ആൻഡ് -√3. ക്ലിയർ ആയോ? ആയല്ലോ. ഇനി എക്സാമിന് ചിലപ്പം ചോദിക്കുന്നത് x² - 3 എന്നായിരിക്കത്തില്ല, x² - 5 എന്ന് വെച്ചെന്നിരിക്കട്ടെ. x² - 5. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഫാക്ടേഴ്സ്? എക്സിന്റെ വാല്യൂ ഏതൊക്കെയായിരിക്കും? +√5ഉം -√5ഉം. ഓക്കെ, അതാണ് ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഇനി x² - 10 ആണെങ്കിലോ അപ്പം എന്താണ് √10ഉം -√10ഉം അങ്ങനെ വരും. ക്ലിയർ ആയോ? ഇനി x² - 9 ആണെങ്കിലോ 9 ആണെങ്കിൽ അവിടെ ശരിക്കും എന്താ x² - 9 എന്നല്ലേ? സോ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ അവിടെ കറക്റ്റ് വാല്യൂ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് റൂട്ടിനകത്ത് ഇട്ടതുപോലെ എഴുതിയാൽ മതി, √3ഉം +√3ഉം -√3. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോവാം. Find the quadratic equation whose sum of the root is -3 and the product of the root is 2. എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഹൂസ് സം ഓഫ് ദ റൂട്ട് ഈസ് -3. അവരുടെ റൂട്ടുകളുടെ സമ്മ് എന്താണ്? -3 ആണ്. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്താണ്? 2 ആണ്. അതിൽ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒന്ന് ആലോചിച്ചേടെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സം ഓഫ് ദ റൂട്ട് എന്തായിരുന്നു? -b/a ആയിരുന്നു അല്ലേ? സോ സം ഓഫ് ദ റൂട്ട് ആൽഫയും ബീറ്റയും റൂട്ടുകളാണെങ്കിൽ അതൊരു കാര്യമായിട്ട് പറയണം. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ 2 റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഓക്കെ, സം ഓഫ് ദ റൂട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? -3 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൽഫയും ബീറ്റയുമാണ് രണ്ട് റൂട്ടെങ്കിൽ സം ഓഫ് ദ റൂട്ട് ആൽഫ പ്ലസ് ബീറ്റ എന്തെന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഈക്വൽ ടു -b/a അല്ലേ? ഈക്വൽ ടു -b/a. എന്താണത്? വിച്ച് ഈസ് ഈക്വൽ ടു sum of the root is equal to -b/a is equal to -3. കിട്ടിയില്ലേ? sum of the root is -3 and the product of the root എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റ എന്താണ്? 2 ആണ് അല്ലേ? നമുക്ക് അതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോ സം ഓഫ് ദ റൂട്ട് എന്താ? -3 ആണ്. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാം? സം ഓഫ് ദ റൂട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും ഉണ്ട്. നമ്മൾ ആൽഫയും ബീറ്റയും രണ്ട് റൂട്ടുകളാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് അറിയാമോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? നോക്കിക്കേ, x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുന്നത്. നോക്കിക്കേ, ശ്രദ്ധിക്കണേ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0. നോക്കിക്കേ, ഇവിടുത്തെ സൈൻ മൈനസ് ആണ്. അത് മറക്കല്ലേ, തെറ്റിപ്പോവല്ലേ. തെറ്റിയ ആൻസർ മൊത്തം തെറ്റും. എന്താണ്? രണ്ട് റൂട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടുകളുടെ സമ്മ് അല്ലേ? റൂട്ടുകളുടെ സമ്മ് ആൽഫ പ്ലസ് ബീറ്റയാണ്. അവരുടെ പ്രോഡക്റ്റ് ആൽഫ ഇൻറ്റു ബീറ്റ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അവരുടെ നിന്ന് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 0. ഇമ്പോർട്ടൻ്റ് ആണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് എന്തെഴുതാം? x² - ആൽഫ പ്ലസ് ബീറ്റ അഥവാ -b/a എന്നുള്ളത് അവിടെ എന്താണ്? -3 അല്ലേ? -3 ആണ്. ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് വരെ ഞാൻ -3 എഴുതി. ഈ മൈനസ് ഓൾറെഡി അതിനകത്തുള്ള മൈനസാണ്. -3 പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ 2 ആണ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? ഇനി x² പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? ഇവിടെ എക്സ് ഉണ്ടേ, ഈ എക്സ് ആണ്, എക്സ് ഇവിടെ ഉണ്ടേ. x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്നാണ്. അപ്പോൾ x² - -3x പ്ലസ് 2 ഈക്വൽ ടു 0. x² മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇതായിരിക്കും ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഫൈൻഡ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 4x² പ്ലസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. 4x² പ്ലസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0.
ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഫൈൻഡ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടുകളുടെ സമ്മും വേണം പ്രോഡക്റ്റും വേണം. നോക്കിക്കേടെ, നമുക്കൊരു കാര്യം അറിയാം. എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? രണ്ട് റൂട്ടുകൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് റൂട്ട് ആൽഫയും ബീറ്റയും ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്താ? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ അല്ലേ ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ എന്താ? സി ബൈ എ അല്ലേ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? നമുക്ക് ഫൈൻഡ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലേ. സോ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണ്. സോ നമ്മുടെ ഇക്വേഷനിൽ നിന്ന് ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് വരെ എന്തെഴുതാം നമുക്ക്? മൈനസ് ബി ബൈ എ. അതിനുവേണ്ടി ഞാൻ എന്തെഴുതി? ആദ്യം ഈ ഇക്വേഷനിൽ നിന്ന് ഓരോ ടേംസ് ആയിട്ട് എഴുതുവാണ്. എ ഈക്വൽ ടു എക്ക് പകരം 4, ബിക്ക് പകരം 3, സിക്ക് പകരം 2 എഴുതിക്കൂടെ? സോ ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് വരെ എനിക്ക് എന്തെഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ബൈ എ മൈനസ് 3/4 അല്ലേ ആണ്. ഇനി ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് വരെ എനിക്ക് എന്തെഴുതാം? സം ഓഫ് ദ റൂട്ട്. അപ്പോൾ എനിക്ക് എന്താ വന്നത്? മൈനസ് ബി ബൈ എ. ആൽഫ ഇൻറ്റു ബീറ്റ എന്താ? സി ബൈ എ അല്ലേ. സോ സി എന്താണ് ഇവിടെ? 2 ആണ്. ബൈ എ എന്താണ്? 2/4. അപ്പോൾ എന്ത് വരും? 1/2 എന്ന് വന്നു. ക്ലിയർ ആയില്ലേ? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്. കണ്ടോ, സം ഓഫ് ദ റൂട്ട്സ് നമുക്ക് കിട്ടിയില്ലേ? മൈനസ് 3/4. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് കിട്ടിയില്ലേ? 1/2. മനസ്സിലായോ? സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും കിട്ടിയ മനസ്സിലായോ ഇക്വേഷനിൽ നിന്ന്? സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായോ എങ്ങനെയാണെന്ന്? എങ്ങനെ ചെയ്യാം? അതായത് സം ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റയാണ് അല്ലെ. ആൽഫയും ബീറ്റയുമാണ് റൂട്ടുകളെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയാണ് സം ഓഫ് ദ റൂട്ട്. അതെന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ബി ബൈ എ മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഇനി പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താണ്? സി ബൈ എ ആണ്. അതായത് എന്താണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അതായിരിക്കും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്തേക്ക് പോവാം. Find the quadratic equation whose sum of the root is 1/4 and product of the root is -1. എന്താണ്? ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഹൗസ് സം ഓഫ് ദ റൂട്ട് 1/4 ആണ്. സം ഓഫ് ദ റൂട്ട്. സം ഓഫ് ദ റൂട്ട് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? 1/4 ആണ്. ഇനി പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് -1. സോ ആൽഫ ഇൻറ്റു ബീറ്റ -1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിത് സെയിം ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തായിരുന്നു. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് അവരുടെ സം ഓഫ് ദ റൂട്ടും ആൽഫ പ്ലസ് ബീറ്റ 1/4 ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ -1 കിട്ടി. ഇനി ഒരു എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റൂട്ട് തന്നിട്ട് അല്ലേ, നമുക്ക് സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും തന്നിട്ട് അതിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഫ്രെയിം ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് റൂട്ടും തന്നിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 0. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. നോക്കിയാൽ സം ഓഫ് ദ റൂട്ടും പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ടും തന്നിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ മേക്ക് ചെയ്തെടുക്കാനാണ് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ അല്ലേ, ആൽഫ പ്ലസ് ബീറ്റ 1/4 അല്ലേ, 1/4 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ അല്ലേ പ്ലസ് -1 ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 1/4 എക്സ് -1 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ക്ലിയർ ആയോ? സോ നമുക്ക് ഈ ഒരു ഫോമിൽ 1/4 എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 1/4നെ നമുക്ക് മാറ്റണം. എന്നിട്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് വരുത്താൻ നോക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ത്രൂ ഔട്ട് ഞാൻ ഒരു 4 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. സോ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് വിത്ത് 4. അപ്പോൾ എന്ത് വരും ഇവിടെ? 4 ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ, ഇതിനെ മൊത്തത്തിൽ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിക്കേ, 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/4 എക്സ് -1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ എന്തുവരും? 4 ഇൻറ്റു എക്സ് 4x സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1/4 4 ഇൻറ്റു 1/4 എക്സ് മൈനസ് 1 ഇൻറ്റു 4 -4 ഈസ് ഈക്വൽ ടു 0. അഥവാ 4x സ്ക്വയർ മൈനസ് 4ഉം 4ഉം കട്ട് ചെയ്തു എക്സ് -4 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അങ്ങനെയല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വന്നു? 4x സ്ക്വയർ മൈനസ് എക്സ് -4 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ,
ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോ ദാറ്റ് ദേ ഹാവ് ടു ഈക്വൽ റൂട്ട്സ് അല്ലേ. എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. ഫോർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോ ദാറ്റ് ദേ ഹാവ് ടു ഈക്വൽ റൂട്ട്സ്. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് റൂട്ടാണ് വരുന്നതെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മൾ ഡിസ്ക്രിമിനന്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ഡിസ്ക്രിമിനന്റ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ റൂട്ടിന്റെ നേച്ചറും ഡിസ്ക്രിമിനന്റിന്റെ കാര്യവും. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റിയൽ ആയിട്ടുള്ള രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് റൂട്ടുകളാണ് വരുന്നതെങ്കിൽ b² - 4ac വാല്യൂ 0 ആയിരിക്കും അല്ലെ. b² - 4ac വാല്യൂ 0 ആയിരിക്കും. ആ ഒരു കാര്യം ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ? 2x² + kx + 3 അല്ലേ. 2x² + kx + 3 = 0. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ. ഈക്വൽ ടു 0 എന്നുണ്ട് ഇവിടെ. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നോക്കിക്കേടെ, ഇതിനകത്ത് നമുക്ക് b² - 4ac കണ്ടുപിടിച്ചൂടെ? ബി ഇവിടെ എന്താ? എ ഒക്കെ എടുത്തെഴുതാം. എ എന്താണ്? a2 ആണ്. ബി എന്ന് പറഞ്ഞാൽ k ആണ്. സി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ നമുക്ക് b² - 4ac എന്തായിരിക്കും? b² k² - 4 × a എന്താണ്? 2 ആണ്. സി 3 ആണ്. സോ നമുക്ക് k² - 4 2 8 8 3 24 അല്ലേ. സോ k² - 24 = 0 എന്ന് വരും. ക്ലിയർ ആയോ? സോ നമുക്ക് k² എന്തെഴുതാം? k² = 24. അഥവാ k = നമുക്ക് എന്ത് കിട്ടും? ± √24 അല്ലേ. ഇങ്ങനെയല്ലേ കിട്ടുന്ന കെയുടെ വാല്യൂ? ഓക്കെ, കെയുടെ വാല്യൂ എന്താ? ± √24. ഈ ക്വസ്റ്റ്യനിലൂടെ k² = 24 എന്ന് വന്നു. എന്തുകൊണ്ടാണ് k = ± എന്ന് എഴുതിയത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പൊ 16 എന്ന് പറഞ്ഞ ഒരു നമ്പർ, ഈ 16 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന് രണ്ട് റൂട്ട് കാണും. ഈ 16 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണെങ്കിൽ ഇതിന് രണ്ട് റൂട്ട് കാണും. ഏതിന്റെയൊക്കെയാണ്? +4ന്റെ സ്ക്വയറും ആവാം, -4ന്റെ സ്ക്വയറും ആവാം. നോക്കിക്കേ, -4ന്റെ സ്ക്വയർ എടുത്താലും മൈനസിന്റെ സ്ക്വയർ +4ന്റെ സ്ക്വയർ 16, +4ന്റെ സ്ക്വയർ എടുത്താലും പ്ലസിന്റെ സ്ക്വയർ +4ന്റെ സ്ക്വയർ 16. കണ്ടോ? സോ ഈ 16ന് രണ്ട് റൂട്ട് +4ഉം -4ഉം. അതുപോലെ തന്നെ k² 24 ആണെങ്കിൽ k എന്ന് പറഞ്ഞാൽ +or - √24. അതായത് k = +√24 ആവാം, അല്ലെങ്കിൽ k = -√24 ആവാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കിയേ, kx × x - 2 + 6 = 0. kx × x - 2 + 6 = 0. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആദ്യം ഒന്ന് കൊണ്ടുവരാം. ഓക്കെ, ഇനി എന്താ? kx കൊണ്ട് ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. kx × x kx² - 2kx + 6 = 0 അല്ലേ. ഇങ്ങനെയല്ലേ വന്നത്? ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ദേ ഹാവ് ടു ഈക്വൽ റൂട്ട്സ് എന്ന് പറയുന്നുണ്ട്. അതായത് b² - 4ac വാല്യൂ 0 ആക്കണം അല്ലേ. നമുക്ക് എന്താ? b² - 4ac 0 ആവണം. എക്ക് പകരം k, ബിക്ക് പകരം -2k അല്ലേ, സിക്ക് പകരം 6. b² - 4ac. സോ b² - 2k² - 4 × a എത്ര? k × c എത്ര? 6. അങ്ങനല്ലേ വരുന്നത്? ഈക്വൽ ടു -2ന്റെ സ്ക്വയർ +2, അതെന്താ? -2ന്റെ സ്ക്വയർ +4. സോ 4k² - 6 4 24 k അല്ലേ. ഇങ്ങനെയല്ലേ വരുന്നത്? 4k² - 24k എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്നൊരു 4k എനിക്ക് കോമൺ എടുത്തൂടെ? എടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? 4k ഇനി കോമൺ എടുത്താൽ ബാക്കി അല്ലേ 1 അല്ലേ? 1 ആണോ? 1 × k, k മൈനസ് പിന്നെന്താ ഉള്ളത്? 6 4 24 6 = 0. = 0 ആണ്. b² - 4ac 0 ആണ്. അതുകൂടി എഴുതി പോണേ. സോ 4k × k - 6 = 0. അപ്പോൾ എനിക്കിതിന് എന്തെഴുതാം? 4k = 0 എന്ന് എഴുതാം. അഥവാ k = 0 എന്ന് വരും. അല്ലെങ്കിൽ k - 6 = 0 എന്ന് എഴുതാം. അഥവാ k = 6 എന്ന് വരും. മനസ്സിലായോ ഇതെങ്ങനെയാ വന്നതെന്ന്? മനസ്സിലായോ? നോക്കിക്കേ, ഈ സ്റ്റെപ്പോട്ടായിരിക്കും കൺഫ്യൂഷൻ വന്നത്. നോക്ക്, നമ്മൾ ഈ ഇക്വേഷൻ ആദ്യം ബ്രാക്കറ്റ് ഒന്നും ഓപ്പൺ ചെയ്യാത്ത ഒരു സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലല്ലായിരുന്നു. നമ്മൾ എന്ത് വേണം? ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലോട്ട് ആക്കണം. അപ്പോൾ kx × x - 2 + 6 = 0 ആണ്. അതിൽ നിന്ന് kx കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ളവരൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് kx² - 2kx + 6 = 0 എന്ന് പറഞ്ഞു വന്നു.
ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് അറിയാം എന്ത്, രണ്ട് ഈക്വൽ റൂട്ട് വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 0 ആവണം. സോ ബി സ്ക്വയർ മൈനസ് 4ac 0 ആയിട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്? ബി, എയും ബിയും സിയും ഒക്കെ എടുത്ത് എഴുതി. ഇക്വേഷനിൽ നിന്ന് എ എന്താണ്? കെ ആണ്. ബി -2k ആണ്. സി എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് മനസ്സിലായി. അതിൽ നിന്ന് എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac, ബി -2k² മൈനസ് 4 ഇൻറ്റു അല്ലേ, എക്ക് പകരം k ഇൻറ്റു സിക്ക് പകരം 6, -2ന്റെ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4k² മൈനസ് 6 4 24 24k ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്തേ? 4k² മൈനസ് 24k, അതിൽ നിന്ന് ഞാൻ എന്തെടുത്തു? ഒരു 4k കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ 4k ഇൻറ്റു k മൈനസ് 6 അല്ലേ. അതായത് ഈ 4k കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ കോമൺ എടുക്കുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 4k² മൈനസ് 24k എന്നല്ലേ ഞാൻ കോമൺ എടുത്തു എന്ന് പറഞ്ഞാൽ, ഈ ഓരോ ടേമിനെയും ഈ 4k കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്ന. ഈ 4k² ഡിവൈഡഡ് ബൈ, നോക്ക് 4k² പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് 4k² ഡിവൈഡഡ് ബൈ 4k. 4ഉം 4ഉം കട്ട് ചെയ്തു, kയും കട്ട് ചെയ്തു, ബാക്കി k അല്ലേ ഉള്ളത്, ആ k ആണ് ഈ അകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ 24k ഇന്ന് 4k പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 4k ചെയ്താൽ മതി. 6 kയും കട്ട് ചെയ്ത് ബാക്കി 6, അതാണ് ഈ k മൈനസ് 6 എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ -24 ആയതുകൊണ്ടാണ് -6 വരുന്നത്. സോ 4k ഇൻറ്റു k മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ a ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ a ഇസ് ഈക്വൽ ടു 0 ആണ്, b ഇസ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ 4k ഇൻറ്റു k മൈനസ് 6 0 ആണെങ്കിൽ 4kയുടെ വാല്യൂ 0 ആണ്, അല്ലെങ്കിൽ k മൈനസ് 6ന്റെ വാല്യൂവും 0 ആണ്. അതിൽ നിന്ന് kയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മളിന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് എന്തായിരുന്നു? x is equal to ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അല്ലേ. എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല? x is equal to -b + or - √b² - 4ac ഡിവൈഡഡ് ബൈ 2a. അതിൽ b² - 4ac എന്താണ് നമ്മൾ വിളിക്കുന്നത്? ഡിസ്ക്രിമിനന്റ് എന്ന് പറയും. ഈ ഡിസ്ക്രിമിനന്റ് ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടിന്റെ നേച്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. b² - 4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റിയൽ ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ടുകൾ കാണും. b² - 4ac വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിലോ സെയിം റൂട്ട് ആയിരിക്കും. ഇനി b² - 4ac വാല്യൂ ലെസ് ദാൻ 0 അഥവാ നെഗറ്റീവ് ആണെങ്കിലോ നമുക്ക് ഇമാജിനറി നമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട് ആയിരിക്കും ഉള്ളത്. റിയൽ ആയിട്ടുള്ള റൂട്ടുകളൊന്നും ഇല്ല. അതാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ആൽഫയും ബീറ്റയും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ടുകളാണെങ്കിൽ അല്ലെ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -b/a ആയിരിക്കും. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ c/a ആയിരിക്കും എന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താ? സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫ്രെയിം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞത്? സം ഓഫ് ദ റൂട്ട് ആൽഫ പ്ലസ് ബീറ്റയാണ്, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ആൽഫ ഇൻറ്റു ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയായിരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എന്താണ്? അടുത്തൊരു കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, അങ്ങനെ ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അതുകൂടി ആകുമ്പോൾ നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആവും. അതിനോടൊപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി അന്ന് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈ.